ദീപാവലി ഇരുട്ടിനുമേൽ വെളിച്ചത്തിൻ്റെയും അധർമ്മത്തിന്മേലുള്ള ധർമ്മത്തിൻ്റെയും തിന്മയ്ക്കുമേലുള്ള നന്മയുടെയും അജ്ഞതയ്ക്കുമേലുള്ള അറിവിൻ്റെയും ആത്മീയ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു. രാമായണം എന്ന ഇതിഹാസ പുരാണത്തെ ആസ്പദമാക്കി ഉത്തരേന്ത്യക്കാർ വ്യാപകമായി ആഘോഷിക്കുന്നു. 14 വർഷത്തെ വനവാസത്തിന് ശേഷം രാവണനെ പരാജയപ്പെടുത്തി തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന രാമനെയും സീതയെയും ലക്ഷ്മണനെയും വരവേറ്റുകൊണ്ട് അയോധ്യ മുഴുവൻ ദീപാലങ്കൃതമായി. അധർമ്മത്തിന്മേലുള്ള ധർമ്മത്തിന്റെ വിജയാഘോഷം. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും ദീപാവലി ആഘോഷിക്കുന്നതിന് ചരിത്രം, പലയിടങ്ങളിലും പല ചരിത്രമാണ്. അസുര രാജാവായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഘോഷമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നത്. ചിലയിടങ്ങളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ശ്രീകൃഷ്ണന്റെ 16,008 ഭാര്യമാരുടെ കഥയുണ്ടല്ലോ. അതിലെ വില്ലൻ ഈ നരകാസുരൻ എന്ന രാജാവാണ്. സത്യത്തിൽ കഥ അങ്ങനെയല്ല. ഈ നരകാസുരനെ വധിച്ചതിന് ശേഷമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ 16,008 സ്ത്രീകളെ തടവിൽ നിന്ന് മോചിതരാക്കണത്. നരകാസുരൻ തടവിൽ വെച്ചിരുന്ന എല്ലാ സ്ത്രീകളെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിക്കുകയാണ്, അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യണത്. പക്ഷെ നമ്മളിടയ്ക്ക് കേൾക്കാറുണ്ട് ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടെന്ന്. പക്ഷെ കഥയിലെ വില്ലൻ ഈ നരകാസുരൻ എന്ന രാജാവാണ്. എല്ലാത്തിനും ഒരേ ലക്ഷ്യം, തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയം.